ഹലോ ഗൈസ്, സൂസ മല്ലു വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബീഫിന്റെ എല്ല് കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ബീഫാണ്. 1/4 കിലോ ബീഫിന്റെ എല്ലും ഞാൻ കുറച്ച് പീസും കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/4 കിലോ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 2 പേർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 20 ചുമന്നുള്ളി, ഒരു അര ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയൊരു കഷ്ണം പട്ട പൊട്ടിച്ചത്, ഒരു 3-4 ഏലക്ക, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ ഇത് ചതയ്ക്കുന്ന സമയത്ത് ഒരു 3-4 ചുമന്നുള്ളി മാറ്റി വെക്കുക. ലാസ്റ്റ് നമുക്കൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ചതച്ചെടുത്ത നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ബീഫ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പറ്റിച്ചു കൊടുക്കണത് നല്ലതായിരിക്കും കേട്ടോ. ഓവറായിട്ടുണ്ടെങ്കിൽ മാത്രം. നമുക്കിനി ഇതിനകത്തോട്ട് താളിക്കാനുള്ള ഉള്ളി, ബട്ടർ ചേർത്താണ് നമ്മൾ താളിക്കുന്നത്. താളിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ ഈ സൂപ്പിനകത്തോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി തളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനോടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ബട്ടർ ആഡ് ചെയ്യാണ് കേട്ടോ. ബട്ടർ എന്നുള്ളത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി ഒരു ഫ്ലേവർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബട്ടർ ആഡ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് ബീഫിന്റെ ഇതിനകത്ത് അത്യാവശ്യം നെയ്യ് ഉണ്ടാവും. നോർമൽ ഓയിൽ ചേർത്താലും എടുക്കാം. ഞാൻ ബട്ടർ ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മളിതിനെ ജസ്റ്റ് നമ്മുടെ ബീഫിനകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ. ബീഫല്ല, സൂപ്പിനകത്തോട്ട് ആഡ് ചെയ്യണം.
നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലോട്ട് മാറ്റാണ് കേട്ടോ. നമ്മുടെ സൂപ്പിൻ്റെ മുകളിലോട്ട് ഞാൻ അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീഫ് ബോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.